अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। गुज़श्ता 2 जुमों से पहले मैंने हज़रत खलीफतुल मसीह सानी के खुतबात की रोशनी में चंद खुतबे अमली इस्लाह के बारे में दिए थे। കഴിഞ്ഞ 2 ഖുതുബകൾക്ക് മുമ്പുള്ള ഖുതുബയിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബകളുടെ വെളിച്ചത്തിൽ ഞാൻ കർമ്മ സംസ്കരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കർമ്മ സംസ്കരണത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. നാം ജമാഅത്ത് തലത്തിൽ ഉന്നത നിലവാരം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തടസ്സങ്ങൾ നീക്കേണ്ടതാണെന്നും പറഞ്ഞിരുന്നു. കർമ്മങ്ങൾ ശരിയാക്കുന്നതിനുള്ള തടസ്സങ്ങൾ വിശ്വാസം ശരിയാക്കുന്നതിനുള്ള തടസ്സങ്ങളെക്കാളും പ്രയാസമുള്ളതാണെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനവും ആഗമനോദ്ദേശ്യവും വിശ്വാസത്തെ ശരിയാക്കുക എന്നത് മാത്രമായിരുന്നില്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ മഹാത്മാവ് വ്യക്തമാക്കിയ കാര്യം സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുക എന്നതും കർമ്മ സംസ്കരണം വരുത്തുക എന്നതും എന്റെ വരവിന്റെ ഉദ്ദേശ്യമാണ് എന്നാണ്. മനുഷ്യൻ പരസ്പരമുള്ള കടമകൾ നിറവേറ്റേണ്ടതും അനിവാര്യമാണ്. ഇതെല്ലാം തന്നെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നതാണ്. സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ ഇപ്രകാരം പറയുന്നു, ഓർക്കുക, പലപ്പോഴും ഇത് വിവരിച്ചിട്ടുള്ളതാണ്. ഓർക്കുക, വാചകമടിയും വീമ്പിളക്കളും ഒരിക്കലും ഒരു പ്രയോജനവും ചെയ്യില്ല. അതോടൊപ്പം കർമ്മവും ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊരവസരത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തെ തൂക്കി നോക്കുക. കർമ്മം വിശ്വാസത്തിന്റെ ആഭരണമാണ്. മനുഷ്യന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അവന് വിശ്വാസവും ലഭ്യമല്ല. അതിനാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവരായി നാം മാറണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നവരായി മാറണമെങ്കിൽ, നമ്മിൽ ഓരോരുത്തരും തന്നെ
തങ്ങളുടെ കർമ്മ സംസ്കരണത്തിലുള്ള തടസ്സങ്ങളെ ദൂരീകരിക്കാനായി കഠിന പ്രയത്നം ചെയ്യുന്നവരായി തീരുമ്പോഴാണ്. കാരണം ഈ കർമ്മ സംസ്കരണം തന്നെയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയെ നമ്മിലേക്ക് ആകർഷിപ്പിക്കുന്നത്. അതിന്റെ ഫലമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തിന് സഹായികളായി നാം മാറുകയും ചെയ്യുന്നതാണ്. അതിനാൽ ഇത് കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്നാണ് നാം ആലോചിക്കേണ്ടത്. കാരണം നമുക്ക് വിജയം കൈവരിക്കാനുള്ള വലിയ ആയുധം കർമ്മ സംസ്കരണമാണ്. നമ്മുടെ ആത്മസംസ്കരണം നടന്നാൽ മാത്രമേ മറ്റുള്ളവരെ നന്നാക്കി തീർക്കാനുള്ള ശക്തി നമുക്ക് കൈവരികയുള്ളൂ. നമ്മുടെ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയെങ്കിലും കീഴ്പ്പെടുത്തുകയോ ഭൗതിക നേട്ടങ്ങൾ കരഗതമാക്കുകയോ എന്നതല്ല. മറിച്ച് ലോകരുടെ ഹൃദയത്തെ അള്ളാഹുവിന്റെയും അവന്റെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മിലും മറ്റുള്ളവരിലും ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്തിന് ലോകം ശ്രവിക്കണം? അതിനാൽ നമുക്ക് നമ്മുടെ പ്രവർത്തന കഴിവുകളെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ശക്തിപ്പെടുത്തുന്നതോടൊപ്പം അതിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. മറ്റുള്ളവർ നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് പകരം ലോകം നമുക്ക് കീഴ്പ്പെടണം. ഇന്ന് ലോകർ ഭൗതികതയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിനാൽ നമുക്ക് മുമ്പത്തേക്കാൾ ഉപരി നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പുനരാലോചന നടത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പുനർവായന നമ്മെക്കുറിച്ച് നടത്തിക്കൊണ്ട് ലോകത്തിന്റെ പിടിയിൽ അമരുന്നതിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ ഈ പൈശാചിക പ്രവണതയിൽ നിന്നും ലോകരെയും നമുക്ക് രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നവരായി നാം മാറുന്നതാണ്. ഭൂരിഭാഗവും നാം ആയിത്തീരുന്നതുമാണ്. എന്നാൽ ഈ വഴിയിൽ പലതരം തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ തട്ടിമാറ്റാൻ കഴിയും വിധമുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെ നേരിടാനായി ചില ചട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതായി വരും. ആ ചട്ടങ്ങൾ ഓരോന്നും നാം പാലിക്കുന്നവരാകണം. അതിനെ നിരീക്ഷിക്കുകയും വേണം. അതിനായി നമുക്ക് നമ്മുടെ ദേഹേച്ഛകളെ ത്യജിക്കേണ്ടതായി വരും. ഒരു ചുറ്റുപാട് സൃഷ്ടിക്കേണ്ടതായി വരും. ഇത് കരഗതമാകാത്തതുവരെ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. ലോകം ഇന്ന് വളരെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ ഒരു ഖുത്ബയിൽ പറഞ്ഞിരുന്നു. ലോകം ഒരു പട്ടണമായി മാറിയിരിക്കുന്നു, അല്ല ഒരു കൊച്ചു ഗ്രാമമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് മൈൽ ദൂരെയുള്ള തിന്മകൾ എല്ലാ വീടുകളിലും ഇലക്ട്രോണിക് മീഡിയ മുഖേന എത്തുന്നു. ആയിരക്കണക്കിന് മൈലുകൾ ദൂരെയുള്ള നാട്ടിലെ നന്മകളും ഓരോ വീട്ടിലും എത്തിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ തിന്മ പ്രചരിക്കുന്ന ശതമാനം നന്മ പ്രചരിക്കുന്നതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. മുമ്പും പലവരും ഞാൻ പറഞ്ഞതുപോലെ നന്മയുടെയും തിന്മയുടെയും അളവുകോൽ മാറിയിരിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ തിന്മയായി ഗണിക്കപ്പെടുന്ന ഒന്ന് ഭൗതിക സമൂഹമായ നിർമ്മത സമൂഹത്തിൽ അത് ഒരു പ്രശ്നമായി എടുക്കുക പോലും ചെയ്യുന്നില്ല. നാം തെറ്റാണെന്ന് കരുതുന്നതിനെ ഇവർ വളരെ നിസ്സാരമായി കാണുന്നു. അതിനെ നന്മയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു.
ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ ഉദാഹരിച്ചത് ഇപ്രകാരമാണ്: പാശ്ചാത്യ സമൂഹത്തിൽ നൃത്തമാടുന്ന സമ്പ്രദായമുണ്ട്. ഇത് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഇന്നുള്ളത്ര പരസ്യമായിരുന്നില്ല. ഇതിനായി അക്കാലത്ത് പ്രത്യേക സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. എന്നാൽ ഇക്കാലത്ത് ടിവിയും ഇന്റർനെറ്റും ഇതിനെ എല്ലാ സ്ഥലത്തും എത്തിക്കുകയുണ്ടായി. വീടുകളിൽ വിനോദത്തിന്റെ പേരും പറഞ്ഞ് നൃത്ത കേന്ദ്രങ്ങൾ തന്നെ ആയി മാറിയിരിക്കുന്നു. വീട്ടിലെ ചില പരിപാടികളിലും നൃത്തം വെക്കുന്ന, പ്രത്യേകിച്ച് വിവാഹാവസരങ്ങളിൽ വിനോദത്തിന്റെ പേരും പറഞ്ഞ് വൃത്തികെട്ട നൃത്ത പരിപാടികൾ നടത്തുന്നു. ഓരോ അഹമ്മദി വീടും ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി മുക്തമായിരിക്കേണ്ടതാണ്. ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബയെ ആസ്പദമാക്കിയാണ് സംസാരിച്ചു വരുന്നത്. പറയുന്നു, പാശ്ചാത്യ സമൂഹത്തിൽ നൃത്തമാടുന്ന ശീലമുണ്ട്. എന്നാൽ ആദ്യം ജനങ്ങൾ ഇതിനെ മോശമായാണ് കരുതിയിരുന്നത്. ഇപ്പോൾ പതുക്കെ പതുക്കെ ജനങ്ങൾ ഇത് സ്വീകരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പുരുഷനും സ്ത്രീയും കൈപിടിച്ച് നൃത്തം ചവിട്ടിയിരുന്നു. പിന്നീട് പരസ്പരം മുഖങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള അകലം കുറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നൃത്തത്തിന്റെ പേരും പറഞ്ഞ് അശ്ലീലത്തിന്റെ ഒരതിരും ഇല്ലാതായി പോയിരിക്കുന്നു. നഗ്നമായ വസ്ത്രത്തിൽ ടിവിയിൽ നൃത്തം കാണിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് വ്യാപിച്ചത്? കാരണം ലോകർ ഇത് തെറ്റാണെന്ന് ഒച്ചവെച്ചിട്ടും തിന്മ പ്രചരിപ്പിക്കുന്നവർ അതിൽ ഉറച്ചുനിന്നു. അവർ ലോകരുടെ വിമർശനങ്ങളെ വകവച്ചില്ല. അങ്ങനെ ഒരു കാലം വന്നു, അത് വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ മുസ്ലിം നാടായ പാകിസ്ഥാനിലെ ടിവിയിൽ പോലും വിനോദത്തിന്റെ പേരിൽ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അശ്ലീലങ്ങൾ കാണാൻ കഴിയുന്നു, നഗ്നത കാണുന്നു. തിന്മ അതിന്റെ സ്ഥിരചിത്തത കാരണം ലോകരുടെ മസ്തിഷ്കത്തെ മൂടിക്കളഞ്ഞു. അതുകൊണ്ട് ഇതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ വലിയ ത്യാഗത്തിന്റെയും വ്യക്തമായ പദ്ധതിയുടെയും ആവശ്യമാണുള്ളത്. ഇത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയുകയില്ല. അതിനാൽ വളരെയധികം ചിന്തിക്കുകയും ആലോചിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. ഈ തടസ്സങ്ങളെ അകറ്റുവാൻ ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. അവ ഉപയോഗിച്ചുകൊണ്ട് ഈ തടസ്സങ്ങളെ നീക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നതാണ്. തിന്മകളെ ഇത് മുഖേന നമുക്ക് നേരിടാൻ സാധിക്കുന്നതാണ്. ഇത് കരസ്ഥമാക്കുന്നത് എങ്ങനെയെന്ന് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വളരെ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. കർമ്മ സംസ്കരണത്തിനായി വിവിധ കാര്യങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് വിജയം കൈവരിക്കാൻ സാധിക്കുക. അവ 3 കാര്യങ്ങളാണ്. 1 ഇച്ഛാശക്തി, 2 ശരിയായതും പൂർണമായതുമായ അറിവ്, 3 പ്രവർത്തിക്കാനുള്ള ശക്തി. എന്നാൽ അടിസ്ഥാനപരമായ ശക്തികൾ 2 ഇച്ഛാശക്തിയും കർമ്മശക്തിയും. ഇതിനിടയിൽ ഉള്ള ശരിയായതും പൂർണവുമായ അറിവ് എന്നത് 2 അടിസ്ഥാന ശക്തികൾക്കും ഊർജം നൽകുന്നതാണ്. ശരിയായ അറിവ് ഇച്ഛാശക്തിയെയും സ്വാധീനിക്കുന്നു, കർമ്മശക്തിയെയും സ്വാധീനിക്കുന്നു. ആദ്യം നാം ഓർക്കേണ്ടത് ഇച്ഛാശക്തിയും കർമ്മശക്തിയും തന്നെയാണ് അടിസ്ഥാനപരമായ ശക്തികൾ എന്നാണ്. ഇത് കർമ്മ സംസ്കരണത്തെ സ്വാധീനിക്കുന്നു. അതിനായി ഇച്ഛാശക്തിയെ
ശക്തിപ്പെടുത്തേണ്ടതായി വരും. मजबूत हो किसी बुराई को रोकने का, तो तभी കർമ്മശക്തിയിലുള്ള ന്യൂനതയെ അകറ്റേണ്ടതുമാണ്. उस वक्त काम आएगी തിന്മകളെ जब अमल करने की कुव्वत അകറ്റാനുള്ള നമ്മുടെ ഇച്ഛാശക്തി സുദൃഢമാണെങ്കിൽ മാത്രമാണ് दूर कर। നമുക്ക് തിന്മയെ തടയാൻ സാധിക്കുകയുള്ളൂ. इसके बगैर ഇച്ഛാശക്തി इस्लाह नहीं ഫലപ്രദമാകുന്നത് നമ്മുടെ കർമ്മത്തിലുള്ള ബലഹീനത कि हमारी कुव्वत അകറ്റുമ്പോഴായിരിക്കും, तो അതിലുള്ള ന്യൂനത അകറ്റുമ്പോഴായിരിക്കും. जहां तक इरादे ഇത് കൂടാതെ ഒരിക്കലും ഇസ്ലാഹ് നടക്കുന്നതല്ല. ഈ വീക്ഷണകോണിൽ നാം ഒരാത്മപരിശോധന നടത്തുകയാണെങ്കിൽ, बात के നമ്മുടെ ഇച്ഛാശക്തി ഏത് രീതിയിലാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇച്ഛാശക്തിയിൽ വളരെയധികം ന്യൂനതയുള്ളതായി भारत पैदा हो കാണാവുന്നതാണ്. वो इस ജമാഅത്തിലുള്ള की इशाअत कर सके। അധികം ആളുകളും अल्लाह ताला की मोहब्बत और उसका कुर्ब ആഗ്രഹിക്കുന്നത് തങ്ങളിൽ തഖ്വയും വിശുദ്ധിയും ഉണ്ടായിത്തീരണമെന്നാണ്. അങ്ങനെ ഇസ്ലാമിക കൽപ്പനകളെ इसकी वजह പ്രചരിപ്പിക്കുന്നവരും അള്ളാഹുവിന്റെ कि हमारी कुव्वत സാമീപ്യം കരസ്ഥമാക്കുന്നവരും ആയിത്തീരണം എന്നുള്ളതാണ്. फिर भी नतायज सही नहीं निकलते। ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ വിശദീകരിച്ചത് ഇപ്രകാരമാണ്: ഇതെല്ലാം തന്നെ തെളിയിക്കുന്നത് बात तो ये നമ്മുടെ ഇച്ഛാശക്തി अमल के लिए സുദൃഢമാണെന്നാണ്. आदि എന്നിട്ടും പരിണിത ഫലം ശരിയാകുന്നില്ല. इतनी हमारे अंदर नहीं। അതിനാൽ രണ്ടിലൊന്നും നാം സ്വീകരിക്കേണ്ടതായി വരും. लेकिन अकीदे की इस्लाह के लिए ഒന്നെങ്കിൽ इरादे की जरूरत थी, പ്രവർത്തനങ്ങൾക്കായി വേണ്ടത്ര इसलिए अकीदे की इस्लाह हो गई। ഇച്ഛാശക്തി लेकिन നമുക്കില്ല എന്നതാണ്. चूंकि कुव्वत വിശ്വാസത്തിനാവശ്യമായ ഇച്ഛാശക്തി നമ്മിൽ ഉണ്ടായിരുന്നു. അതിനാൽ हम വിശ്വാസങ്ങളെ നാം ശരിപ്പെടുത്തി. कामयाब नहीं हो सके। എന്നാൽ കർമ്മ സംസ്കരണത്തിനായി फिर ये भी मानना पड़ेगा ഇച്ഛാശക്തി ആവശ്യമായിരുന്നു. अबूदियत അത് നമ്മിൽ ഇല്ല. അതിനാൽ ये खुदा ताला की जो हम കർമ്മ സംസ്കരണത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല. और इस वजह മാത്രമല്ല, कुव्वत अमली നമ്മുടെ ദാസത്വത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ कबूल नहीं कर रहे, എന്തോ കുറവുണ്ട്, यानी अमल की कुव्वत हमारी അതിൽ ന്യൂനതയുണ്ട്. मफलूज हो അത് കാരണം और कुव्वत നമ്മുടെ കർമ്മശക്തി ദുർബലമായിരിക്കുന്നു. या जिन मुआवना അത് നമ്മുടെ ഇച്ഛാശക്തിയുടെ സ്വാധീനത്തെ സ്വീകരിക്കാത്തതായി മാറിയിരിക്കുന്നു. നമ്മുടെ കർമ്മശക്തി उनमें ദുർബലമായത് കാരണം इस सूरत ഇച്ഛാശക്തിയുടെ സ്വാധീനം സ്വീകരിക്കുന്നില്ല. कुव्वत मुतासरा या अमली कुव्वत ഇവ സ്വീകരിക്കുന്നതിന് ഏതെല്ലാം സഹായികളുടെ ആവശ്യമാണ് ഉള്ളത്, का इलाज അതിൽ ബലഹീനതയുണ്ടാകും. कोई फायदा नहीं हो सकता। ഈ അവസ്ഥയിൽ मसलन ഏതെല്ലാം വസ്തുക്കളാണ് इल्म है കർമ്മശക്തിയെ സ്വാധീനിക്കുന്നത് करता है मगर याद नहीं रख सकता। उसका जब तक അവയ്ക്ക് വേണ്ടി ചികിത്സ നടത്താത്തിടത്തോളം ഒരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. ഉദാഹരണമായി ഒരു വിദ്യാർത്ഥിയെ എടുക്കാം. सबक दिया जाए, അവൻ തന്റെ പാഠം बारी उसे याद करवाया जाए, മനഃപ്പാഠമാക്കുന്നു, എന്നാൽ അത് അവന് മറന്നുപോകുന്നു. ആ വിദ്യാർത്ഥിയുടെ ഓർമ്മശക്തി ശരിയാക്കാത്തിടത്തോളം बस അവന് എത്ര തന്നെ പഠിപ്പിച്ചാലും, करने के लिए എത്ര പ്രാവശ്യം അവന് മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചാലും ताकि सही रहनुमाई हो सके। അത് അവന് ഓർത്തുവെക്കാൻ കഴിയില്ല. सबक याद करवाने का അതിനാൽ होगा। ഓർമ്മശക്തിയെ ശരിയാക്കുവാനുള്ള पढ़ने वाले മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതായി വരും. वहाँ ये रिवाज അപ്പോഴാണ് ശരിയായ രീതിയിൽ അവന് വഴികാട്ടിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ശിക്ഷണ രീതി മാറ്റേണ്ടതായി വരും. बड़ी महारत होती है हमको, एक एक लफ्ज किताब का बातों को याद हो जाता है। പാകിസ്ഥാനിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ശീലം എല്ലാം മനഃപ്പാഠമാക്കുക എന്നതാണ്. അതവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി, ഈ രീതിയിൽ അവിടെ അവർ തയ്യാറെടുപ്പ് നടത്തുന്നു. हर चीज को समझ അതിൽ അവർ നല്ല പ്രാവീണ്യമുള്ളവരാണ്. പുസ്തകത്തിലുള്ള ഓരോരോ വാക്കും ചിലർക്ക് മനഃപ്പാഠമായിരിക്കും. എന്നാൽ പാശ്ചാത്യ നാടുകളുടെ ശിക്ഷണ രീതിയിലേക്ക് ആ കുട്ടികൾ വരുമ്പോൾ ഇവിടെ ശിക്ഷണ രീതി വ്യത്യസ്തമായതുകൊണ്ട് लेते हैं इस निजाम ഇവിടെ എല്ലാം മനസ്സിലാക്കി ज्यादा नंबर കൊണ്ടാണ് പഠിക്കുന്നത്. फिर कम नंबर लेते हैं। അതിനാൽ അവിടെ കുറഞ്ഞ മാർക്ക് जमाती स्कूल വാങ്ങുന്നവർ को जब मुझ ഇവിടെ നല്ല മാർക്ക് കരസ്ഥമാക്കുന്നു. ഇവിടെയുള്ള സംവിധാനത്തിൽ അവർ തങ്ങളെ വേഗം ലയിപ്പിക്കുന്നു. गया അവിടെ കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയിരുന്നവർ ഇവിടെ എത്തുമ്പോൾ കുറഞ്ഞ മാർക്ക്
വാങ്ങുന്നവരായി മാറുന്നു. റബുവയിൽ നമ്മുടെ സ്കൂളുകളെ ചില സാഹചര്യങ്ങൾ കാരണം ഗവൺമെന്റ് ബോർഡിൽ നിന്നും മാറ്റിക്കൊണ്ട് മറ്റൊരു ബോർഡുമായി യോജിപ്പിക്കുകയുണ്ടായി. അവിടെ പരീക്ഷാ രീതി മറ്റൊന്നായിരുന്നു. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്രകാരം എഴുതുകയുണ്ടായി: പാകിസ്ഥാനി വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഞങ്ങൾ നൽകിയിരിക്കുന്ന പരീക്ഷയിൽ കരസ്ഥമാക്കാറുണ്ടായിരുന്ന അത്ര മാർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ ബുദ്ധിയുടെ കുറവായിരിക്കില്ല, അവർക്ക് ശരിയായ ഓർമ്മശക്തി ഉണ്ടെങ്കിൽ തന്നെയും ഓർമ്മ വയ്ക്കാൻ കഴിയുന്നുണ്ടാകില്ല. അതിന് മറ്റ് കാരണങ്ങളും ഉണ്ടാകും. എന്നാൽ ഇതോടൊപ്പം ബുദ്ധിയും കുറവാണെങ്കിൽ അവർക്ക് വളരെയധികം പ്രയാസം നേരിടേണ്ടി വരുന്നു. പഠിപ്പിക്കേണ്ട രീതി മാറ്റേണ്ടതായി വരുന്നു. ബുദ്ധിക്കുറവുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാനായി ഇവിടെ വേറെ തന്നെ സ്കൂളുകളുണ്ട്. അവിടെ വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിപ്പിക്കുന്ന കാരണത്താൽ ബുദ്ധി കുറഞ്ഞ കുട്ടികൾ തന്നെ നല്ല മിടുക്കന്മാരായി മാറുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ നമ്മുടെ പ്രവർത്തന രീതിയും അസ്വസ്ഥമാക്കാറുണ്ട്. ശരിയായ രീതി നാം അവലംബിക്കുന്നില്ലെങ്കിൽ വിജയം നമുക്ക് ലഭിക്കാതെ വരുന്നു. അതിനാൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ഏത് രീതിയാണോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ മസ്തിഷ്കത്തെ അതേ രീതിയിൽ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇതില്ലാതെ വിജയം കൈവരിക്കാൻ സാധ്യമല്ല. അതിനാൽ നമുക്ക് നമ്മുടെ കർമ്മ സംസ്കരണത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഏതൊരു ഭാഗത്തെയാണോ ഇത് സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ കർമ്മസംസ്കരണം സാധ്യമാക്കുന്നത്, ആ ഭാഗത്തെ എന്തുകൊണ്ട് സ്വാധീനിക്കുന്നില്ല എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ തടസ്സങ്ങളെ നീക്കാനായി നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ നമ്മുടെ ആരാധനയുടെ സ്ഥാനം ഏതാണെന്നും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം പ്രവർത്തന രംഗത്ത് നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്നും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ രണ്ട് രീതിയിലുള്ള തടസ്സങ്ങളാണ് കർമ്മ സംസ്കരണത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഒന്ന് ഇച്ഛാശക്തിയിലുള്ള ബലഹീനത, രണ്ടാമത്തേത് പ്രവർത്തന ശക്തിയിലുള്ള ബലഹീനത. മുമ്പ് പറയപ്പെട്ടതുപോലെ ഇത് രണ്ടിനുമിടയിൽ മറ്റൊന്നും കൂടിയുണ്ട്. അത് അറിവിലുള്ള കുറവാണ്. ഇത് രണ്ടിലും സ്വാധീനം ചെലുത്തുന്നതാണ്. നാം നമ്മുടെ കർമ്മരംഗത്ത് കാണുന്നത് ഇച്ഛകളും അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, കർമ്മങ്ങളും അറിവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നതാണ്. ഇതിനെ ഇപ്രകാരം ഉദാഹരിക്കാം: 1000 പേരടങ്ങുന്ന ഒരു സൈന്യം തന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് അറിയാത്ത ഒരു വ്യക്തി, അവൻ അറിയുന്നത് തന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നും അതിൽ 2 or 3 പേർ ഉണ്ടായിരിക്കുമെന്നുമാണെങ്കിൽ അവരെ നേരിടാൻ അത്രമാത്രമേ അവൻ തയ്യാറെടുക്കുകയുള്ളൂ. എന്നാൽ 1000 പേരടങ്ങുന്ന വലിയ സൈന്യമാണ് തന്നെ ആക്രമിക്കാൻ വരുന്നതെന്ന അറിവ് അവന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് വേറെ രീതിയിലായിരിക്കും. ഇവിടെ അറിവില്ലാത്തത് കാരണം ന്യൂനത പ്രകടമാണ്. ശരിയായ അറിവ് ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ചിലപ്പോൾ മനുഷ്യൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉയർത്താൻ ശ്രമിക്കുന്നു. അവൻ അതിനെ ഭാരമില്ലാത്ത വസ്തുവായി കരുതി പൊക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് നല്ല ഭാരമുള്ളതാണെന്ന അറിവ് ആദ്യം അവന് ലഭിച്ചാൽ അത് ഉയർത്താനായി അതിന് വേണ്ടത്ര ശക്തി അവൻ ചെലുത്തുന്നതായിരിക്കും. അത് ഉയർത്തേണ്ട രീതി അവൻ മാറ്റും. അങ്ങനെ അവൻ അത് ഉയർത്തും. ഇവിടെ അറിവിന് ശേഷം ഉയർത്തിയപ്പോൾ അവന് പുറമേ നിന്ന് ശക്തിയൊന്നും വന്നതല്ല, മറിച്ച് ശരിയായ അറിവ് ഉണ്ടായ കാരണത്താൽ തന്റെ ശക്തിയെ ശരിയായ രീതിയിൽ അവൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിൽ അവൻ വിജയിക്കുകയും ചെയ്തു. അള്ളാഹു നൽകിയ കഴിവുകൾ നേരത്തെയുണ്ട്. ആ കഴിവുകളെയും ശക്തികളെയും
ശരിയാവണ്ണം ഉപയോഗിക്കണം. എന്നാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നതാണ്. औलाद में भी അതല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതാണ്. बस यही असूल यहाँ ഇത് അറിവ് കാരണമാണ് നടക്കുന്നത്. सलाहियत के इस्तेमाल നമ്മുടെ കഴിവുകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പൊതു കാര്യങ്ങളിൽ പോലും നഷ്ടം സംഭവിക്കുന്നതാണ്. यहाँ लगाने की जरूरत है इसी असूल को। അതിനാൽ और इसके പ്രവർത്തനപരമായ ബലഹീനതകളെ അകറ്റാൻ वसी करने की जरूरत ശരിയായ അറിവും है, ताकि उसके मुताबिक सही ताकत का इस्तेमाल करके अपनी कमजोरियों पर ശരിയായ ഉപയോഗവും അനിവാര്യമാണ്. गालिब आया जा सके। അതിനായി നമ്മുടെ അറിവിനെ हज़रत मुस्लिम വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ये भी बयान फरमाई, അത് മുഖേന ശരിയായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് हर इंसान में തന്റെ ബലഹീനതകളെ मुवाजना रखी है जिससे वो കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. मुवाजना कर सकता അതിലത്ത് മുസ്ലിം മൗദർ റളിയല്ലാഹു തആല അൻഹു മറ്റൊരു കാര്യം പറഞ്ഞത്, फैसला करती है അള്ളാഹു ഓരോ മനുഷ്യനിലും के लिए തുലനം ചെയ്യാനുള്ള ശക്തി വെച്ചിട്ടുണ്ട്. അത് മുഖേന और क्योंकि सारी രണ്ടു കാര്യങ്ങളെ അവർക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. इंसान के हाथ ഇന്ന പ്രവൃത്തിക്ക് ഇത്ര കഴിവ് വേണമെന്ന് महफूज होती है। അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. काम ना हो, മനുഷ്യന്റെ वजन उठाने की मिसाल दी गई है। वजन ना उठाया जा सके ശക്തികളെല്ലാം फिर इंसान അവന്റെ കൈക്കല്ല ഉള്ളത്, ताकत भेजने के लिए कहता അവ മസ്തിഷ്കത്തിലാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഭാരം പൊക്കുന്നതിനെ കുറിച്ചുള്ള ഉദാഹരണം മുകളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഭാരം പൊക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ തന്റെ മസ്തിഷ്കത്തോട് കൂടുതൽ ശക്തി അയക്കാൻ ആവശ്യപ്പെടുന്നു. ഈ ശക്തി വരുമ്പോൾ വസ്തുവിനെ अंदरूनी ഉയർത്താൻ എളുപ്പമായി തീരുന്നു. मुशाहिदा और तजुर्बा है ഈ തുലനം ചെയ്യുന്ന ശക്തിയും और बैरून അറിവ് മുഖേനയാണ് ഉണ്ടാകുന്നത്. बाहर की आवाजें हैं। ആന്തരിക അറിവിനാലായാലും ശരി, ഇനി ബാഹ്യമായ അറിവിനാലായാലും ശരി, ആന്തരിക അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരീക്ഷണവും അനുഭവവുമാണ്. करने के लिए ബാഹ്യമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറമേ നിന്ന് വരുന്ന ശബ്ദം, അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. मिसाल दी गई थी। ആക്രമണത്തിനെ കുറിച്ച് ഉദാഹരണം നൽകുകയുണ്ടായി. ये പുറമേ നിന്നുള്ള സന്ദേശം മനുഷ്യനെ ഉണർത്തുന്നു. कि पहले ये वजन नहीं उठाया गया कि तुम എന്നാൽ ഭാരം ഉയർത്താനുള്ള ഉദാഹരണത്തിൽ പറഞ്ഞത് किलो था तो 5 किलो समझते थे और थोड़ी തുലനം ചെയ്യാനുള്ള ശക്തി സ്വയം തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. 10 किलो की ആദ്യം ആ ഭാരം പൊക്കാൻ കഴിയാതിരുന്നത് അതിനെ ഭാരമില്ലാത്ത വസ്തുവായി കരുതിയത് കൊണ്ടാണ്. 10 കിലോ ഉള്ള വസ്തുവിനെ 5 കിലോ ഉള്ള വസ്തുവായി കരുതി. അതിനാൽ കുറഞ്ഞ ശക്തിയാണ് നീ നൽകിയിരിക്കുന്നത്. എന്നാൽ 10 കിലോ പൊക്കാൻ വേണ്ട ശക്തി പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പൊക്കാൻ സാധിക്കുന്നതാണ്. फैसला करती है ഈ ഒരു തത്വത്തെ നാം മുമ്പിൽ വെക്കുകയാണെങ്കിൽ के लिए കർമ്മ സംസ്കരണത്തിനായി जरूरत है। മനുഷ്യൻ ശ്രമിക്കുമ്പോൾ सही इल्म ना होने की वजह से इंसान അവന്റെ തുലനം ചെയ്യാനുള്ള ശക്തി, और कुव्वत തന്റെ പരിശ്രമത്തിന് എന്തുമാത്രം ശക്തി ഉപയോഗിക്കേണ്ടി വരുമെന്ന് തീരുമാനമെടുക്കുന്നതാണ്. ചിലപ്പോൾ ശരിയായ അറിവില്ലാത്തത് കാരണം തന്റെ കർമ്മങ്ങളെ ശരിയാക്കാൻ മനുഷ്യന് കഴിയാതെ വരുന്നു. जरूरत है। അറിവില്ലാത്തത് കാരണം कुव्वत मुआजना തുലനം ചെയ്യാനുള്ള ശക്തി है കർമ്മ സംസ്കരണത്തിനായി जो आदमी എത്ര ശക്തി വേണമെന്നുള്ളതിനുള്ള गाफिल भी करती ശരിയായ അളവിനെക്കുറിച്ചുള്ള അറിവും है। मुआजना അവന് നൽകുന്നില്ല. जब इल्म ചുരുക്കത്തിൽ തുലനം ചെയ്യാനുള്ള കഴിവാണ് മനുഷ്യനെ ജാഗരൂകനാക്കുന്നത്. तो होशियार करेगी कि അതിന്റെ അറിവില്ലായ്മ മനുഷ്യനെ അശ്രദ്ധനാക്കുകയും ചെയ്യുന്നു. तो അതേപോലെ मुकाम नहीं कर सकता। തുലനം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുന്നതും और फिर ഏതെങ്കിലും വസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുമ്പോഴാണ്. इल्म ना അറിവുണ്ടെങ്കിൽ എങ്ങനെ എത്ര ഉപയോഗിക്കണം എന്നത് പറഞ്ഞു തരും. होना सरदर्द होता അറിവില്ലെങ്കിൽ മനുഷ്യന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. है, परवरिश पाता है जो ശരിയായ അറിവില്ലാത്തത് കാരണം മനുഷ്യൻ रहते हैं मुस्तकिली തെറ്റ് ചെയ്യുന്നു. मजलिसों में ये जिक्र रहता ഉദാഹരണമായി है कि झूठ के बगैर तो തെറ്റുകൾ ചെയ്യുന്ന ഒരു സംഘത്തിൽ വളരുന്ന കുട്ടി यहाँ मैं इस बात को जिक्र करना चाहता हूँ कि यहाँ കളവ് जो इसालम लेने പറയാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് സ്ഥിരമായി സംസാരം നടക്കുന്ന സദസ്സിലാണെങ്കിൽ की लंबी कहानी बनाए बगैर ആ കുട്ടി അതിനെ ശരിയാണെന്ന് മനസ്സിലാക്കും. ഇവിടെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അസൈലം കരസ്ഥമാക്കാനായി വരുന്നവരിൽ ഭൂരിഭാഗവും കരുതുന്നത്
നീണ്ട കഥകൾ പറഞ്ഞ് കള്ളക്കഥകൾ കെട്ടിയുണ്ടാക്കി സമർപ്പിച്ചാലാണ് കേസ് വിജയിക്കുകയുള്ളൂ എന്നാണ്. ഇത് സംബന്ധമായി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ചുരുങ്ങിയതും ശരിയായതുമായ കാര്യം നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കേസ് വേഗം വിജയിക്കും എന്നതാണ് ശരി. ഇത് സംബന്ധമായ പല ഉദാഹരണങ്ങളും എന്റെ പക്കലുണ്ട്. ഞങ്ങൾ ചുരുങ്ങിയതും യഥാർത്ഥവുമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേസ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പാസ്സായി എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ ഇത്രമാത്രം സമർപ്പിച്ചാൽ മതി. ഞങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറം എത്തിയിരിക്കുന്നു. അവിടെ എപ്പോഴും ഞങ്ങൾക്കും ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നു. അതേപോലെ മക്കളുടെ സ്ഥിതിയും ഇതാണ്. പല പ്രയാസങ്ങളുമുണ്ട്. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, സ്കൂളിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സമർപ്പിക്കാം. പൊതുവിൽ ഭൂരിഭാഗം കേസും പാസ്സാകാറുണ്ട്. അതിനാൽ സത്യത്തിൽ അടിയുറച്ചു നിൽക്കണം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും വേണം. കള്ളക്കഥകൾ കുട്ടികളുടെ മുമ്പാകെ വിവരിച്ചാൽ, ഞങ്ങൾ ജഡ്ജിന്റെ മുമ്പാകെ അതും ഇതും കേൾപ്പിച്ചു എന്ന് കുട്ടികളുടെ മുമ്പാകെ വിവരിച്ചാൽ, പിന്നീട് കുട്ടികൾ കരുതുന്നത് കള്ളം പറയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല എന്നാണ്. കളവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കേസ് വിജയിക്കുമായിരുന്നില്ല, ഞങ്ങൾക്കൊരു ഗുണവും ലഭിക്കുമായിരുന്നില്ല എന്നവർ കരുതും. എല്ലാ പുരോഗതിയുടെയും താക്കോൽ കളവാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അവർ എത്തിച്ചേരും. ഇക്കാലത്ത് സത്യം പറയുന്നവർ ആരാണുള്ളത്? ഇക്കാലത്ത് കളവ് പറയാതെ ഒരിക്കലും വിജയം വരിക്കാൻ സാധ്യമല്ലെന്ന ചിന്ത കുട്ടികളുടെ മനസ്സിൽ വരുന്നു. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ മനസ്സിൽ വരുന്നത് അവരുടെ മുതിർന്നവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ്. അവരുടെ അറിവ് ഇവിടെ പരിമിതമാകുന്നു. കളവ് പറയുന്നത് വലിയ തെറ്റല്ല എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു. ഇതിന്റെ പരിണിത ഫലം വ്യക്തമാണ്. കുട്ടികൾ വലുതായതിനു ശേഷം അവർക്ക് കളവ് പറയാൻ എവിടെയെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ അവന്റെ തുലനം ചെയ്യാനുള്ള ശക്തി ഉടനെ അവനോട് പറയുന്നത് അപകടം കൂടുതലാണ്, അതുകൊണ്ട് കളവ് പറഞ്ഞ് രക്ഷപ്പെടാം, ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ്. ഇതേപോലെ പരദൂഷണത്തിന്റെ കാര്യമെടുക്കുക. കുട്ടികൾ തനിക്ക് ചുറ്റും പരദൂഷണം പറയുന്നതായി കണ്ടാൽ എല്ലാവരും പരദൂഷണം പറയുമ്പോൾ അവൻ വലുതായി പരദൂഷണത്തിന്റെ അവസരം അവന് വരുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത് ഇവിടെ പരദൂഷണം പറഞ്ഞാൽ എനിക്ക് നേട്ടമുണ്ടാകുമെന്നാണ്. അപ്പോൾ അവന്റെ തുലനശക്തി അവനോട് പറയും, എല്ലാവരും പരദൂഷണം പറയുന്നില്ലേ, ഇനി നീ പറഞ്ഞാൽ എന്താണ് പ്രശ്നം, അതുകൊണ്ട് നീയും പറയുക. ഇത് പാപമാണെങ്കിൽ തന്നെ അത്ര വലിയ പാപമൊന്നുമല്ല. കർമ്മ സംസ്കരണത്തിൽ തടസ്സമായി വരുന്ന ഒരു കാര്യം, ചില പാപങ്ങൾ വലുതും ചിലത് ചെറുതും എന്ന് കരുതുകയാണെന്ന കാര്യം ഒരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ചെറിയ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് കരുതുന്നു. ഒരു പ്രാവശ്യം മനുഷ്യൻ തെറ്റ് ചെയ്താൽ പിന്നീട് അവനത് ചെയ്തുകൊണ്ടിരിക്കും. അത് വിടാൻ പ്രയാസമാണ്. തുലനം ചെയ്യാനുള്ള ശക്തി മനുഷ്യനിലുണ്ടാകും. എന്നാൽ സമൂഹം നൽകിയ തെറ്റായ അറിവ് കാരണം പാപങ്ങളെ കീഴടക്കാനുള്ള ശക്തി അത് മനുഷ്യന് നൽകുകയില്ല. ഭാരം ഉയർത്താനുള്ള ഉദാഹരണം നേരത്തെ നൽകിയതാണ്. കുറഞ്ഞ ശക്തി ഒരു ഭാരത്തെ ഉയർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മസ്തിഷ്കം കൂടുതൽ ശക്തി ചെലുത്തിയപ്പോൾ, അതിനുള്ള പ്രേരണ നൽകിയപ്പോൾ അതേ കൈ തന്നെ വലിയ ഭാരം ചുമക്കാൻ പ്രാപ്തി കൈവരിച്ചു. എന്നാൽ മനുഷ്യന്റെ തുലന ശക്തി മസ്തിഷ്കത്തിന് ഭാരത്തിന്റെ അളവ് നൽകിയില്ലെങ്കിൽ ആ വസ്തു ഉയർത്താൻ കഴിയില്ല. ഇതേപോലെ പാപങ്ങളെ ഇല്ലാതാക്കാനും ഇതേ തത്വമാണ് പ്രാവർത്തികമാക്കുന്നത്. പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള കഴിവ് മനുഷ്യനിലുള്ളതാണ്. എന്നാൽ പാപം വരുമ്പോൾ തുലനശക്തി അവനോട് പറയുന്നത് ഈ പാപം ചെയ്തത് കൊണ്ട് എന്തു വരാനാണ്, ഇത് ചെറിയ പാപമല്ലേ,
ഇത് ചെയ്യുന്നതുകൊണ്ട് പല നേട്ടങ്ങളും ലഭിക്കുകയും ചെയ്യും. 3 चीजों की मजबूती അങ്ങനെ മസ്തിഷ്കം പാപത്തെ ചെയ്യാതിരിക്കാനുള്ള ശക്തി അയക്കുകയില്ല. ആ വികാരം ഇല്ലാതായിത്തീരുന്നു. അവരുടെ ഇച്ഛാശക്തി നശിച്ചുപോയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ആ വ്യക്തി പാപം ചെയ്യുന്നു. ചുരുക്കത്തിൽ കർമ്മങ്ങൾ ശരിയാക്കുന്നതിന് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഇച്ഛാശക്തിയെ പ്രബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു, അറിവ് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു, കർമ്മശക്തിയിൽ ഊർജം നൽകേണ്ടിയിരിക്കുന്നു. ഇതും അത്യാവശ്യമാണ്. ये कह सकते हैं അറിവിന്റെ വർധനവ് करने पर ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. कि अमली इस्लाह അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഇച്ഛാശക്തിയും വർദ്ധിക്കുന്നു. അതല്ലെങ്കിൽ कुव्वत इरादी की അത് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയാം. ताकत हो ഇതിന്റെ എല്ലാം ചുരുക്കം ഇതാണ്. ज्यादती കർമ്മ സംസ്കരണത്തിനായി നമുക്ക് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, सही और क्या गलत ഇച്ഛാശക്തി और सही की വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി കൈവരിക്കണം. के लिए पूरा 2, അറിവിലുള്ള വർധനവ്. गफलत में रहकर ഇച്ഛാശക്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കുന്നതായി തീരണം. തെറ്റും ശരിയും തിരിച്ചറിയണം. ശരിയായതിനെ പിന്തുണക്കുകയും അത് ചെയ്യാനായി പൂർണ്ണമായും ശക്തി നൽകുകയും ചെയ്യുക. चले അശ്രദ്ധരായിക്കൊണ്ട് नेक इरादों അവസരം പാഴാക്കാതിരിക്കുക. और उसका हुक्म മൂന്നാമത്തേത്, न करें കർമ്മശക്തിയിലുള്ള ഊർജം. अपने गुनाहों से निकालने നമ്മുടെ അവയവങ്ങൾ माल की इस्लाह का बुनियादी നമ്മുടെ ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നതാകണം. को हमें ദുരുദ്ദേശമനുസരിച്ചല്ല, മറിച്ച് സദുദ്ദേശമനുസരിച്ച്. അതിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ഒരിക്കലും നിഷേധാത്മക നിലപാട് എടുക്കാൻ പാടില്ല. फूलों के मुताबिक ഈ കാര്യങ്ങൾ തെറ്റുകളിൽ നിന്നും മോചനം നൽകുന്നതും इसी मसलियत को കർമ്മ സംസ്കരണത്തിലുള്ള അടിസ്ഥാന മാർഗങ്ങളുമാണ്. നമുക്ക് നമ്മുടെ ഇച്ഛാശക്തിയെ തന്റെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും നിയമാനുസൃതവുമായി पाने से रोकना തന്റെ ആജ്ഞകളെ അംഗീകരിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനെ പോലെയാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. महफूज रखेगा जो कुव्वत मुआजना की ഒരുവിധ ഒഴിവ് കഴിവും തന്നെ കീഴ്പ്പെടുത്തുന്നതാകരുത്. ചെറിയ തെറ്റും വലിയ തെറ്റും എന്നെല്ലാമുള്ള സ്വയംകൃത വ്യാഖ്യാനങ്ങൾ തെറ്റുകൾക്ക് നൽകാതെ തെറ്റുകൾ നമ്മെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും തടയേണ്ടതായി വരും. इस्लाह का യഥാർത്ഥ അറിവ് നമ്മെ പരാജയത്തിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. यूं भी होता है തുലന ശക്തിയുടെ തെറ്റായ അറിവ് കാരണമാണ് പരാജയം ഉണ്ടാകുന്നത്. कुव्वत इरादी फैसला ही नहीं कर सकती അതിനുള്ള ഉദാഹരണം ഞാൻ നൽകി കഴിഞ്ഞതാണ്. വികാരം തന്നെ നശിച്ചു പോകുന്നു. ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്ന കണക്കുകൂട്ടലിൽ മനുഷ്യൻ അകപ്പെടുന്നു. സംസ്കരണത്തിനുള്ള അവസരം കൈവിട്ടു പോകുന്നു. ചിലപ്പോൾ അറിവില്ലാത്തത് കാരണം തുലനശക്തി എന്ത് ചെയ്യണം എന്ന് തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ചെന്നെത്തുന്നു. കർമ്മശക്തി ഊർജമുള്ളതായി തീരുമ്പോൾ कि यहाँ ഇച്ഛാശക്തിയുടെ कि कुव्वत अमलिया की कमी ചെറിയ ചെറിയ സൂചനകളെപ്പോലും അത് സ്വീകരിക്കുന്നതാണ്. की और गैर हकीकी तो ये है ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മറ്റൊരു കാര്യം ഇവിടെ വിവരിച്ചത് ഇതാണ്. കർമ്മശക്തിയുടെ ബലഹീനത 2 രീതിയിലാണ് പ്രകടമാകുന്നത്: जंग लंग ഹക്കീക്കി, ഗൈർ ഹക്കീക്കി. और हकीकी ये ഗൈർ ഹക്കീക്കി എന്ന് പറഞ്ഞാൽ अरसे के ശക്തി ഉണ്ടാകും, इस्तेमाल की वजह से ശീലം वो मुर्दा की ഇല്ലാത്തത് കാരണമായി मुर्दे ആ ശക്തി തുരുമ്പെടുത്തിരിക്കും. की बैरूनी मदद ഹക്കീക്കി എന്ന് പറഞ്ഞാൽ हारेगी ദീർഘകാലം ഉപയോഗിക്കാത്തത് കാരണം അത് മൃതമായി കഴിഞ്ഞിരിക്കും. ऐसे शख्स की है जिसे ताकत അതിന് പുറമേ നിന്നുള്ള के एक मन बोल സഹായവും 40 किलो പിന്തുണയും ആവശ്യമായിരിക്കും. लेकिन काम करने की आदत ना होने की वजह से ഗൈർ ഹക്കീക്കി എന്നതിനുള്ള उसे वो बोझ उठाने का कहो ഉദാഹരണം तो उसे घबराहट छिड़ जाती 40 കിലോ ഭാരം പൊക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടേതാണ്. अगर अपनी तबीयत എന്നാൽ ജോലി ചെയ്യുന്ന लेगा ശീലം ഇല്ലാത്തത് കാരണം उठाने के അയാളോട് ഭാരം പൊക്കാൻ പറഞ്ഞാൽ അവൻ അസ്വസ്ഥനായിത്തീരുന്നു, साल പൊക്കാൻ കഴിയില്ല. ये है അങ്ങനെയുള്ള വ്യക്തി തന്നിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ആ ഭാരം പൊക്കാൻ കഴിയുന്നവനായി മാറും. അതിൽ അവൻ വിജയിക്കും. इंसान ഹക്കീക്കി എന്നതിന്റെ ഉദാഹരണം और उसमें ദീർഘകാലം ജോലി ചെയ്യാതിരുന്നത് കാരണം उठाने की ताकत नहीं रहती ചെയ്യാനുള്ള ऐसे शख्स को കഴിവ് തന്നെ ഇല്ലാതായിത്തീരുന്നു. मददगार देना होगा 10 इस्लाह के लिए 20 കിലോ
ഭാരം പൊക്കാനുള്ള ശേഷിയെ ഉണ്ടാവുകയുള്ളൂ. इख्तियार करने होंगे। അങ്ങനെയുള്ള വ്യക്തിക്ക് കൂടുതൽ ഭാരം പൊക്കാനായി സഹായികളെ നൽകേണ്ടതായി വരും. उसकी कुव्वत अमली को बढ़ाने ഇസ്ലാമിന് വേണ്ടി മറ്റു മാർഗങ്ങൾ അവലംബിക്കേണ്ടതായി വരും. जब ताकत का खजाना मौजूद ना हो तो उस वक्त बैरूनी जराए इस्तेमाल करने पड़ते हैं। അവന്റെ ഇച്ഛാശക്തിയെയും കർമ്മശക്തിയെയും വർദ്ധിപ്പിക്കുന്നതിനായി മറ്റു മാർഗങ്ങൾ നോക്കണം. ചുരുക്കത്തിൽ ശക്തിയുടെ ഖജനാവ് ഇല്ലെങ്കിൽ जरूरत है एक ही പുറമേ നിന്നുള്ള മാർഗങ്ങൾ അവലംബിക്കേണ്ടതായി വരുന്നു. അപ്പോഴാണ് പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കുക. ഇതാണ് കർമ്മ സംസ്കരണത്തിന്റെയും അവസ്ഥ. अमली पैदा करने की जरूरत है और बात വിവിധ ആളുകൾക്ക് बहुत ज्यादा വിവിധ ചികിത്സയാണ് ആവശ്യം. की ताकत से എല്ലാവർക്കും ഒരേ ചികിത്സയല്ല വേണ്ടത്. ചിലർക്ക് ഇച്ഛാശക്തി ഉണ്ടാക്കേണ്ടതായി വരും, ചിലർക്ക് കർമ്മശക്തി ഉണ്ടാക്കേണ്ടതായി വരും. किरदार अदा करना पड़ता है। जैली तंजीमों को अपना किरदार ചിലർക്ക് अदा करना पड़ता ഭാരം കൂടുതലാകുമ്പോൾ है। बस हमें അവരുടെ കഴിവുകൾക്കതീതമാകുമ്പോൾ അവർക്ക് പുറമേ നിന്നുള്ള സഹായം ആവശ്യമാണ്. ആ സമയത്ത് സമൂഹത്തിന് അവരുടേതായ കടമകൾ നിറവേറ്റേണ്ടതായി വരും. ജമാഅത്തിനും കീഴ്ഘടകങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായി വരും. करने की അതിനാൽ നമുക്ക് कुव्वत अमली को കർമ്മ സംസ്കരണത്തിനായി ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടിയിരിക്കുന്നു. इस्लाम के बेसत के मकसद को पूरा करने वाले हों ഈ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. और हमारी ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്തണം, ताकतें दी हैं। കർമ്മശക്തിക്ക് ഊർജം പകരണം. അങ്ങനെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നവരായി നാം മാറുന്നതാണ്. आखिर में हज़रत मसीह मौद अलैहिस्सलाम അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ फरमाया തുരുമ്പെടുത്ത് ഇല്ലാതാകാതിരിക്കട്ടെ. चाहना और ഇതിന്റെ വിശദീകരണം ഭാവിയിൽ कुव्वत खर्च करना ഞാൻ നൽകുന്നതാണ്. यही ईमान का तरीका है। അവസാനമായി ഹസ്രത്ത് മസീഹ് अലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങൾ കേൾപ്പിക്കുകയാണ്. പറയുന്നു, से इस्लाह അള്ളാഹുവിനോട് സംസ്കരണം ആഗ്രഹിക്കുകയും തന്റെ ശക്തി से मजबूत करना है। അതിനായി വിനിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസത്തിന്റെ രീതി. कुव्वत अमली का इजहार है। വിശ്വാസത്തിന്റെ രീതി ഇതാണ്. इजहार അള്ളാഹുവിനോട് സംസ്കരണം ആഗ്രഹിക്കുക എന്നത് तो यही തന്റെ ഇച്ഛാശക്തിയെ ദുആ മുഖേന ശക്തിപ്പെടുത്തുക എന്നതാണ്. हर काम ശക്തി ചെലവഴിക്കുക എന്നത് खुदा के लिए करता ഇച്ഛാശക്തിയുടെയും കർമ്മശക്തിയുടെയും പ്രകടനമാണ്. है। तो जो रहती है ഈ പ്രകടനം आपने एक जगह फरमाया ഉന്നത നിലവാരത്തിലെത്തിയാൽ सिर्फ अपना ഇത് തന്നെയാണ് ഈമാൻ. नमूना दिखाओ और इसमें एक ऐसी ദാസൻ തന്റെ ഓരോ പ്രവൃത്തിയും को कबूल करने തന്റെ അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെയ്യുന്നതാണ്. അവന്റെ പ്രീതിയിലേക്ക് ശ്രദ്ധയുണ്ടായിത്തീരുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, तक നിങ്ങൾ നിങ്ങളുടെ अपनी हालत में सफल പ്രവർത്തന മാതൃക കാണിക്കുക. മറ്റുള്ളവർ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു തിളക്കം അതിലുണ്ടാക്കുക. आला दर्जा के അതിൽ ഒരു തിളക്കം ഇല്ലെങ്കിൽ ആരും അത് സ്വീകരിക്കുന്നതല്ല. होगे। बस നിങ്ങളുടെ अमली അകത്തളത്തിൽ നേരും തെളിച്ചവും ഇല്ലെങ്കിൽ और मुसलसल ആരും വാങ്ങില്ല. നിങ്ങളുടെ ധാർമ്മിക ഗുണങ്ങൾ ഉന്നത നിലവാരം പുലർത്തുന്നില്ല എങ്കിൽ होने के ഒരു സ്ഥാനവും നിങ്ങൾക്ക് കരഗതമാക്കാൻ സാധ്യമല്ല. അതിനാൽ मसीह मौद കർമ്മ സംസ്കരണത്തിന് കഠിനാധ്വാനവും നിരന്തരമായ നിരീക്ഷണവും അനിവാര്യമാണ്. अल्लाह ताला हमें അങ്ങനെ ഓരോ അഹമ്മദിയും താൻ അഹമ്മദിയാണെന്ന ലക്ഷ്യം मैं एक जनाजा भी पढ़ाऊंगा പൂർത്തിയാക്കുന്നവനായി തീരുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹപ്രകാരം एमए നാം നമ്മെ യഥാർത്ഥ മുസ്ലിങ്ങളാക്കി മാറ്റുന്നതാണ്. അള്ളാഹ് നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. तकरीबन 80 साल की उम्र में कादियान में वफात पा നമസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഇത് ബഹുമാന്യനായ മാസ്റ്റർ മഷ്രിഖ് അലി സാഹിബ് MA കൽക്കത്ത ഇന്ത്യയുടേതാണ്. 3 ജനുവരി 2014 ഏകദേശം 80-ാം വയസ്സിൽ കാദിയാനിൽ വെച്ച് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ ഒരു വർഷമായി രോഗിയായിരുന്നു. जिंदगी അദ്ദേഹത്തിന്റെ മകൻ ചികിത്സക്കായി ജപ്പാനിലും കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് കുറെയൊക്കെ മെച്ചപ്പെട്ടിരുന്നു. ഇപ്പോൾ കാദിയാനിൽ തന്റെ മകളുടെ കൂടെയായിരുന്നു. 1965 ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം को सेक्रेटरी तबलीग ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ बंगाल नायब अमीर ദഅവത്തെ ഇലല്ലാഹ് പ്രവർത്തനത്തിൽ फिर लंबा अरसा നിമഗ്നനായി കഴിച്ചുകൂട്ടി. हैसियत से 48 വർഷം നീണ്ട സേവനമാണ് അനുഷ്ഠിച്ചത്. नेपाल के तबलीगी अमूर के निगरान സെക്രട്ടറി തബ്ലീഗ്, കായിദ് ഖുദ്ദാമുൽ അഹമ്മദിയ, നാസിം അൻസാറുള്ള ബംഗാൾ, നായിബ് അമീർ കൽക്കത്ത, और लोगों को സൂബായി അമീർ ബംഗാൾ, ആസാം मुकर्रम നീണ്ടകാലം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേപ്പാളിലെ തബ്ലീഗ് കാര്യങ്ങളുടെ നിഗ്രാൻ, അഞ്ജുമൻ വഖഫ് ജദീദ് കാദിയാൻ മെമ്പർ,
पुरखतर माहौल में भी ഈ സ്ഥാനത്തും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബംഗാളി ഭാഷയിലുള്ള അൽ ബുഷ്ര എന്ന മാസിക കട പ്രയത്നത്തിലൂടെ പ്രസിദ്ധീകരിച്ചു. ജനങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതും സ്വയം തന്നെയായിരുന്നു. ബഹുമാന്യ നാസിർ അയല സാഹിബ് ഖാദിയാൻ ഇനാം ഗോരി സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോടൊപ്പം ബംഗാളിലും ആസാമിലും പല പ്രാവശ്യം യാത്ര ചെയ്തിരുന്നു. വളരെ അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ പോലും പ്രസംഗവും യോഗങ്ങളും സംഘടിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നിരുന്നില്ല. 3 പ്രാവശ്യം വളരെ അപകടം പിടിച്ച അവസരങ്ങളിൽ അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള അവസരം അല്ലാഹു ഒരുക്കിയിരുന്നു. വണ്ടിക്കും സാധന സാമഗ്രികൾക്കും കേടുപറ്റിയെങ്കിലും ജമാഅത്തങ്ങൾ സുരക്ഷിതമായിരുന്നു. അപകടമുള്ള സ്ഥലങ്ങളിലും സധൈര്യം കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രദേശത്തും അള്ളാഹു നൽകുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള സംസാരം തുടർന്നുകൊണ്ടിരിക്കും. ബംഗാളിലും ആസാമിലും അദ്ദേഹത്തിന്റെ കാലത്ത് പല ജമാഅത്തുകളും സ്ഥാപിക്കപ്പെട്ടിരിക്കുകയുണ്ടായി. ധൈര്യശാലിയും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ആളും സാധുവുമായിരുന്നു. മൂസിയായിരുന്നു. ഖാദിയാൻ ബേഷ്തി മക്ബറയിൽ മറവ് ചെയ്തത്. ഇദ്ദേഹത്തിന് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമുണ്ട്. ഒരു മകനെ അഹമ്മദിയ ജമാഅത്തിന്റെ ഓരോ ആളും അറിയുമായിരിക്കും. ഇസ്മത്തുള്ള സാഹിബാണ്. ജൽസ സാലയിൽ നസം ചെല്ലുന്ന ആളാണ്. MTയിൽ ഇദ്ദേഹത്തിന് നസം വരുന്നതാണ്. അള്ളാഹു മർഹൂമിന്റെ പദവി ഉയർത്തട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ നന്മയിൽ നിലനിൽക്കാനുള്ള തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.